കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ വചനമായി പിന്നെയും ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കി തരുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് അല്പസമയം പ്രിയ ശ്രോതാക്കളുമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നത് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 4 സുവിശേഷങ്ങളിലും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ പലതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിലൊന്നാണ് യേശു തമ്പുരാൻ 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ഓളം വരുന്ന പുരുഷന്മാരെയും അവരുടെ പൈതങ്ങളെയും മാതാക്കളെയും പോഷിപ്പിച്ചത്, അവരുടെ വിശപ്പ് മാറ്റിയത്, അവരവിടെ മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടി കരുതിയ ഒരു കർത്താവിനെ നമുക്കവിടെ കാണാൻ കഴിയും. യേശു തമ്പുരാൻ്റെ അടുക്കൽ വലിയൊരു പുരുഷാരം കടന്നു വന്നപ്പോൾ യേശു മനസ്സറിഞ്ഞ് അവരോട് വചനം പ്രസംഗിച്ചു. അവരുടെ കൂട്ടത്തിലുള്ള രോഗികളെ സൗഖ്യമാക്കി. അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ഇടയിൽ കർത്താവ് നടത്തി. എന്നാൽ സന്ധ്യയായപ്പോൾ പുരുഷാരത്തിന് ഭക്ഷണം കൊടുക്കുവാൻ യേശു ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവരുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. എങ്കിലും അന്ത്രയോസ് എന്ന് പറയുന്ന ശിഷ്യൻ 5 അപ്പവും 2 മീനും കൊണ്ട് ആ യോഗത്തിന് വന്ന ഒരു ബാലകനെ കണ്ടെത്തി. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഈ ഒരു അത്ഭുതത്തെക്കുറിച്ച് 4 സുവിശേഷകന്മാരും പങ്കുവെക്കുന്നുണ്ട്. ഈ ബാലകന് ചെറിയ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. യേശുവിൻ്റെ വചനം കേൾക്കാനാണ് ഈ കൊച്ചു പയ്യൻ അവിടെ വന്നത്. ഈ കാലഘട്ടത്തിലെ നമ്മുടെ തലമുറകൾക്ക് ഈ മകനൊരു മാതൃകയാണ്. യേശുവിൻ്റെ വചനം കേൾക്കാൻ അവൻ വന്നിരിക്കുക. അവൻ്റെ ആത്മീയ താല്പര്യത്തെയാണ് അതോടെ കാണിക്കുന്നത്. മറ്റെല്ലാത്തിനെക്കാട്ടിലും നമ്മുടെ തലമുറകൾക്ക് ആത്മീയത്തോട്, കർത്താവിനോട്, ദൈവവചനത്തോടൊരു താല്പര്യമുണ്ടായിരിക്കുന്നത് അവരുടെ ജീവിതത്തിലേറെ അനുഗ്രഹമായി മാറും. എന്നാൽ ഇന്ന് പല തലമുറകൾക്കും ദൈവത്തോടും ദൈവവചനത്തോടും താല്പര്യം കുറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുക. അവർക്ക് ഒരു മാതൃകയായി നിൽക്കുന്നു ഈ കുഞ്ഞു ബാലകൻ. അവൻ യേശുവിൻ്റെ വചനം കേൾക്കുവാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ചെറിയ പ്രായം മുതൽ ദൈവത്തിൻ്റെ വചനം കേട്ട് വളരുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടു മാറുകയില്ല, അവൻ എന്നും മാറിപ്പോകത്തില്ല. അതുമാത്രമല്ല, ഇവൻ വളരെ ഒരുക്കത്തോടെയാണ് അവിടെ വന്നത്. അനേക മണിക്കൂറുകൾ ഇരുന്നും കേൾക്കുവാനുള്ള ഒരുക്കത്തോടെ ഭക്ഷണമൊക്കെ കരുതിയാണ് അവൻ വന്നത്. അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ മാതാവ് ആഹാരമെല്ലാം പൊതിഞ്ഞു കെട്ടി അവൻ്റെ കൈ കൊടുത്തു. അവൻ ഭക്ഷണവും ക്രമീകരിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് അവനെ അയച്ച് അവൻ്റെ മാതാപിതാക്കൾ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ തലമുറകളെ നാം പറഞ്ഞു വിടണം. യോഗത്തിൽ പറഞ്ഞു വിടണം. കൂട്ടായ്മകൾക്ക് നമ്മുടെ തലമുറകളുണ്ടായിരിക്കുകയാണ്. മാതാപിതാക്കൾ കൂട്ടായ്മയ്ക്കുണ്ട്, പക്ഷെ തലമുറകൾ കൂട്ടായ്മകളിലില്ല എങ്കിൽ ആത്മീയ ജീവിതം പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാനിടയായിത്തീരും. എന്നാൽ ഇവൻ ഈ കുഞ്ഞു ബാലകനെ സംബന്ധിച്ച് പഠിച്ചാൽ, ഇവൻ യേശു പ്രസംഗിക്കുന്ന വചനം കേട്ട് ആ ഏകാഗ്രതയോടെ അവൻ ഇരുന്നപ്പോൾ അവൻ കൊണ്ടുവന്ന ഭക്ഷണപ്പൊതിയുടെ കാര്യം അവൻ മറന്നുപോയി. ആഹാരം കഴിക്കുന്ന കാര്യം അവൻ മറന്നുപോയി. കർത്താവിൻ്റെ അതിരത്തു നിന്നുള്ള ലാവണ്യ വാക്കുകൾ കേട്ട് അവിടുത്തെ ശക്തിയാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളൊക്കെയും നേരിട്ട് കണ്ട് അവൻ ഭക്ഷണം കഴിക്കുന്നത് മാറ്റിവെച്ചു. കണ്ടോ പ്രിയരെ, ആ കുഞ്ഞു ബാലകൻ യോഗത്തിന് വന്നത് വചനം കേൾക്കാനാണ്. അവനൊക്കെ വചനം കേൾക്കുന്ന വചനത്തോടുള്ള താല്പര്യം അവിടെ നമുക്ക് കാണാൻ കഴിയും. വളരെ ഏകാഗ്രതയോടെ അവൻ കൊണ്ടുവന്ന ഭക്ഷണപ്പൊതി പോലും മറന്ന് അവൻ യേശുവിൻ്റെ വചനം കേൾക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ത്രയോസ് അവൻ്റെ അടുക്കലേക്ക് വരുന്നതും അവൻ ചെയ്തെന്താണ്, തൻ്റെ പക്കലുള്ളത് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാൻ അവൻ മനസ്സ് വെച്ചു.
ഇന്നത്തെ തലമുറകളെ നോക്കിയാൽ അവർ കൊടുക്കുകയില്ല. ഇതെൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് കഴിക്കാനായിട്ട് തന്നുവിട്ട ആഹാരമാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞേനെ. പക്ഷേ ഒന്നും മറുത്തു പറയാതെ അന്ത്രയോസ് അവനെ കണ്ടെത്തിയപ്പോൾ തനിക്കായി മാമയെ കരുതി വെച്ചത് അവനെന്ത് ചെയ്തു? മാറ്റിവെക്കാതെ പുരുഷാരത്തിനായി തൻ്റെ കയ്യിലുള്ളത് അവൻ വിട്ടുകൊടുത്തു. അവൻ അറിഞ്ഞില്ല ആ ഭക്ഷണപ്പൊതി അന്ത്രയോസ് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് വലിയൊരു പുരുഷാരത്തെ പോഷിപ്പിക്കാനുള്ള ആഹാരമായി അത് മാറും എന്ന കുഞ്ഞുപയ്യൻ അറിഞ്ഞില്ല. പക്ഷേ ചോദിച്ചപ്പോഴേ അവനവിടെ കൊടുക്കുവാനിടയായി. കാരണം അവൻ വചനം കേട്ടവൻ നിറവ് പ്രാപിച്ചു. ആത്മീയ വചനം കേട്ടവൻ തൃപ്തനായിരിക്കുകയാണ്. അവൻ്റെ ഭൗതിക വിശപ്പ് അവൻ മാറി, ശാരീരിക ക്ഷീണങ്ങൾ അവൻ മറന്നു. വചനവും ആരാധനയും വെളിപ്പെട്ടപ്പോൾ, അത്ഭുതങ്ങൾ കണ്ടപ്പോൾ എല്ലാറ്റിലും വലുത് കർത്താവാണെന്നുള്ള ചിന്ത അവനെ ഭരിക്കുവാനിടയായിട്ടു. ആ കുഞ്ഞു പയ്യൻ കൊണ്ടുവന്ന അപ്പവും മീനും യേശുബ്രാൻ എന്ത് ചെയ്തു? അതിനെ വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ച് നൽകി. കർത്താവ് അതിനെ കരങ്ങളിലെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് നുറുക്കി അതിനെ വർദ്ധിപ്പിച്ചു. വർദ്ധിക്കണമെങ്കിൽ യേശുവിൻ്റെ കരങ്ങളിലെത്തണം. നിറവ് പ്രാപിക്കണമെങ്കിൽ യേശുവിൻ്റെ അടുക്കിലെത്തണം. കർത്താവ് അതിനെ വാഴ്ത്തണം. പക്ഷെ വർധനവിന് മുമ്പ് ഒരു നുറുക്കലുണ്ട്. നിന്നെ വർദ്ധിപ്പിക്കാൻ നീ ആഗ്രഹിക്കുമ്പോൾ ആ വർധനവിന് മുമ്പൊന്ന് നുറുക്കും. ചുമ്മാ അതല്ല യേശു കയ്യിൽ കൊടുത്തത്. യേശു അതിനെ നുറുക്കി വർദ്ധിപ്പിച്ചു. പ്രിയമുള്ളവരെ, ചില നുറുക്കലുകളിലൂടെ കടന്നു പോകുന്നത് നമ്മെ ഒന്ന് വർദ്ധിപ്പിക്കാനാണ്, നമ്മെ ഒരു വിശാലതയിലേക്ക് നയിക്കാനാണ്. ചില വേദനകളും ചില ഭാരങ്ങളും പ്രയാസങ്ങളും പല ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഓർത്തോണം, ദൈവം ഒന്ന് നുറുക്കുകയാണ് നമ്മളെ. മറ്റുള്ളവർക്ക് നീ ഒരു പ്രയോജനമാക്കാൻ, ഒരു വർധനവിന് കാരണമാകാൻ, ആത്മീയ വർധനവിന്, ഭൗതിക വർധനവിന്, അപ്പോൾ തന്നെ വിശാലതയ്ക്കൊരു കാരണമാകാൻ ദൈവം നമ്മെ നുറുക്കുകയാണ്. എന്ത് ചെയ്തു? അവിടെ കാണാൻ കഴിയുന്നത് പുരുഷാരത്തിന് വിളമ്പി, പുരുഷാരം ഭക്ഷണം കഴിച്ച് തൃപ്തരായി. അധികം 12 കുട്ട നിറച്ചെടുത്തു. തികയാതെ വന്നില്ല പ്രിയരെ. കർത്താവ് കൊടുത്താൽ തികയാതെ വരത്തില്ല. കർത്താവ് അനുഗ്രഹിച്ചാൽ അതൊരു നിറവായിരിക്കും. അത് മറ്റുള്ളവർക്കൂടെ പകരപ്പെടുന്നൊരു അനുഗ്രഹമായി അത് മാറുവാനിടയായിത്തീരും. അവിടെ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ബാലകനും ആവശ്യത്തിന് അവൻ തിന്ന് തൃപ്തി പ്രാപിച്ചു. കൊടുക്കുന്നവനൊരിക്കലും കുറയത്തില്ല കേട്ടോ. കർത്താവിന് വേണ്ടി പൂർണ്ണമായ മനസ്സോടെ, പെറുവിറുപ്പോടല്ല, ദുഃഖത്തോടല്ല, വേദനിച്ചുകൊണ്ടല്ല കൊടുക്കേണ്ടത്, സന്തോഷത്തോടെ കൊടുക്കുക എന്നാണ് വചനം പറയുന്നത്. നിർബന്ധത്താലല്ല, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം മാനിക്കും. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ തൃപ്തിയോടെ ദൈവത്തിനാമത്തിന് വേണ്ടി ചെലവിടുന്നവനെ അവൻ ദൈവം ഓർക്കുന്ന ദൈവമാണ്. അവനെന്ത് ചെയ്തു? ആ കുഞ്ഞു ബാലകൻ ഒത്തിരി സന്തോഷിച്ച് അവൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, എൻ്റെ കയ്യിലിരുന്ന അപ്പവും മീനും അവിടെ വന്നു അവർ വാങ്ങിച്ചു കൊണ്ടുപോയി. പക്ഷേ ആ അപ്പവും മീനും യേശു എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് എടുത്ത് വാഴ്ത്തി അത് നുറുക്കി അത് പുരുഷാരത്തിന് ഭക്ഷിപ്പാൻ കൊടുത്തത് എൻ്റെ കയ്യിലെ അമ്മയുണ്ടാക്കി തന്ന ആഹാരമാണെന്ന് പറഞ്ഞവൻ തുള്ളിച്ചാടാൻ തുടങ്ങിക്കാണ്. അവൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമായിരുന്നു പ്രിയമുള്ളവർ. അവിടെ വായിക്കുന്നു, ശേഷിച്ചത് ശേഖരിപ്പിന് യേശു തമ്പുരാൻ പറഞ്ഞു. പ്രൈസ് ലോർഡ്. നമ്മുടെ ശേഷിപ്പ് തൃപ്തരായി അത് വേസ്റ്റ് ബക്കറ്റിലല്ല പോയത്. അനേകർ ഇനിയും ബാക്കിയുണ്ട്. ശേഷിച്ച ഈ അപ്പങ്ങൾ ഭക്ഷിപ്പാൻ ഇനിയും അനേകർ ബാക്കിയുണ്ട്. അത് വിളിച്ചു പറയുന്ന ആത്മീയ മർമ്മമുണ്ട്. നമ്മൾ മാത്രം തൃപ്തിയായ പോരാ, നമ്മൾ മാത്രം അനുഗ്രഹിക്കപ്പെട്ട പോരാ, നമുക്ക് മാത്രം ആ സന്തോഷം ലഭിച്ചാൽ പോരാ. മറ്റനേക പ്രിയപ്പെട്ടവർ ഈ ആത്മീയ സന്തോഷത്തിലേക്ക് കടന്നു വരാൻ നമ്മെക്കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. 12 കൊട്ട നിറച്ചെടുത്തു. 12 ശിഷ്യന്മാരാണ് ഭക്ഷണം വിളമ്പിയത്. അവരുടെ 12 പേരുടെ തലയിൽ എന്ത് ചെയ്തു? യേശു അവർ കൊട്ട എടുത്തു നിറച്ചു. പ്രൈസ് ലോർഡ്. അത് മാത്രമല്ല പ്രിയരെ, ഈ ബാലകനെക്കുറിച്ച് പഠിച്ചാൽ ഇവന് ദരിദ്ര ബാലകനാണ്. എന്താണ് കാരണം? എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? അവിടെ കാണാൻ കഴിയുന്നത് ആ ബാലകൻ്റെ പക്കലുണ്ടായിരുന്നത് യവത്തപ്പമായിരുന്നു. യവത്തപ്പം അക്കാലത്ത് ഗോതമ്പിൻ്റെ 1/3 വില മാത്രമേ യവത്തിനുള്ളായിരുന്നു. പാവപ്പെട്ടവരാണ് ഈ യവം കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് നൽകുന്ന വ്യക്തമായ സൂചന അതൊരു ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്നു ആ ബാലകൻ. പക്ഷേ ദൈവം നമ്മെ ഉപയോഗിക്കുന്നതിന് കുടുംബമോ പശ്ചാത്തലമോ പാരമ്പര്യമോ
സമ്പത്തോ നോക്കിയല്ല. ഏത് ദരിദ്രനെയും അമ്മയെ ഉപയോഗിക്കാൻ ദൈവശക്തനാണ്. ചരിത്രങ്ങളും അനുഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നൊരു വലിയ മർമ്മമാണ്. ദരിദ്രനായ ബാലകനെ ദൈവയുടെ അത്ഭുതത്തിനുവേണ്ടി നീ ഉപയോഗിച്ചതുപോലെ നമ്മയും ദൈവം ഉപയോഗിക്കുവാൻ ശക്തനാണ്. നമ്മുടെ പേരോ മഹിമയോ കുടുംബ പശ്ചാത്തലമോ ഒന്നുമല്ല അതിന് കാരണം. കർത്താവിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായി നീ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഈ കുഞ്ഞിൻ്റെ പേര് അവിടെ ആർക്കും അറിയത്തില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിനറിയാം. ആ ബാലകൻ്റെ പേര് ആർക്കും അറിയത്തില്ല. ഈ ഭൂമിയിൽ കർത്താവിനായിട്ട് പ്രയോജനപ്പെടുന്ന അനേകരെ ലോകം അറിയുന്നില്ല. ആത്മീയ നേതൃത്വങ്ങൾ അറിയുന്നില്ല. ശുശ്രൂഷിക്കുന്നവരെ, കൃപയിൽ നിൽക്കുന്നവരെ, സുവിശേഷം പറയുന്നവരെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവരെ ലോകം ഒരുപക്ഷെ അറിയുന്നില്ല. പ്രാർത്ഥിക്കുന്നവനെ ലോകം അറിയുന്നില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും. പ്രവർത്തിക്കുന്നവനെ ദൈവം അറിയും. സുവിശേഷം പറയുന്നവനെ ദൈവം അറിയും. ദൈവനാമത്തിലുണ്ട് നിന്ന വഹിക്കുന്നവനെ ദൈവം അറിയും. ഇന്നല്ലെങ്കിൽ നാളെ അത് ലോകവും അറിയുവാനിടയായിത്തീരും. നമ്മെ മാനിക്കും, നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവരും. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായി ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ പോഷിപ്പിക്കുന്ന, നമ്മുടെ വിശപ്പ് മാറ്റുന്ന, നമ്മുടെ ദാരിദ്ര്യത്തെ മാറ്റുന്ന, നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് കൃപയിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. സർവേശ്വരനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.